ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം ഭാഗം 52. അമ്മേ നാരായണ. 731 നാമം രംഭാതിവന്ദിത. നമുക്കറിയാം, രംഭ, മേനക, ഉർവശി ഇവരൊക്കെ അപ്സരസുകളാണ്. സൗന്ദര്യത്തിൻ്റെ അവസാന വാക്കായിട്ട് പറയുന്നത് അപ്സരസുകളെയാണ്. ആ അപ്സരസുകൾക്ക് പോലും അത്ഭുതം തോന്നുന്ന വിധം, അവരെ പോലും മയക്കുന്ന വിധം സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ശ്രീലളിത ത്രിപുരസുന്ദരി. ഇപ്രകാരം അപ്സരസുകളാൽ ആരാധിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്യുന്ന ദേവി. ആ ദേവിയെ ഭജിക്കുന്നതിലൂടെ ദേവിയുടെ ഭക്തന് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സൗന്ദര്യം ഉണ്ടാകുന്നു. 742 നാമം ഭവദാവ സുധാവൃഷ്ടി. ഇനി അങ്ങോട്ടുള്ള നാമങ്ങളിൽ അതിമനോഹരമായ ഉപമകൾ കാണാൻ സാധിക്കും. ലളിതാ സഹസ്രനാമം നല്ലൊരു വർക്ക് ഓഫ് ലിറ്ററേച്ചർ കൂടിയാണെന്ന് നമ്മൾ പണ്ടൊരിക്കൽ പറയണ്ടായി. അതിനെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഉപമകൾ നമുക്കിനി അങ്ങോട്ട് കാണാം. അപ്പോൾ നാമം ഭവദാവ സുധാവൃഷ്ടി. ഭവം എന്നാൽ ഈ ലോകം, സംസാരം എന്ന അർത്ഥത്തിലാണ് ആ നാമം ഉപയോഗിക്കുന്നത്. ധാവം എന്നാൽ കാട്ടുതീ. നമുക്ക് ചുറ്റും ഭൗതിക സുഖങ്ങളിങ്ങനെ ഒരു കാട്ടുതീ പോലെ പെരുകുകയാണ്. നമ്മൾ ആ ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ പോയി ഈ കർമ്മബന്ധങ്ങളിലൊക്കെ പെട്ട് ഉഴണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്രകാരം ഈ കാട്ടുതീയിൽ പെട്ടുരുകുന്ന ആ ഭക്തനു മുകളിൽ സുധാവൃഷ്ടിയായി, അമൃത് മഴയായി പെയ്യുന്ന ദേവി ലളിതാംബിക. അതായത് ഭൗതികതയാണ്, ഈ പ്രപഞ്ചത്തിൽ നാം ഈ കാണുന്നതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നോർത്ത് ആശങ്കപ്പെടുന്ന, വിഷമിക്കുന്ന ഭക്തന് ആത്മജ്ഞാനമാകുന്ന അമൃത മഴയായി ആ ഭക്തൻ്റെ ജീവിതത്തിൽ പെയ്തിറങ്ങുന്ന ദേവി ലളിതാംബിക. ദേവിയെ ഒരു അമൃതമഴയോട് ഉപമിക്കുന്നു. നമ്മുടെ ജീവിതത്തെ വിഴുങ്ങുന്ന കാട്ടുതീയായി ഭൗതികതയെയും ഉപമിച്ചിരിക്കുന്നു. ഇനി ഇതേ നാമത്തെ നമുക്ക് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാം. ഭവദാവ സുധാവൃഷ്ടി എന്നുള്ളത് ഭവദാ വസുധാവൃഷ്ടി എന്നാക്കി കഴിഞ്ഞാൽ, ഭവാൻ എന്നാൽ ആരാണ്? ശിവൻ. ശിവൻ എന്നാൽ സാക്ഷാൽ പരമാത്മാവ്. ആ ഭവത, ഭവാനെ നൽകുന്നവൾ, ബ്രഹ്മത്തെ നൽകുന്നവൾ, ബ്രഹ്മജ്ഞാനം നൽകുന്നവളായ ഭവത ആയിട്ടുള്ള ദേവി ലളിതാംബിക. വസുധ എന്നാൽ ധനം എന്നർത്ഥം. ഭവത, ഭവാനെയും ആ ബ്രഹ്മജ്ഞാനം നൽകുന്നവളും, വസുധ ധന ധാന്യ ഗുണങ്ങൾ, മറ്റ് ഭൗതിക സുഖങ്ങൾ നൽകുന്നവളും ആരാണ്? ദേവി ലളിതാംബിക തന്നെയാണ്. ദേവി ബ്രഹ്മജ്ഞാനവും ഭൗതിക സുഖങ്ങളും ഒരുപോലെ വൃഷ്ടിയായി, മഴ പോലെ പെയ്തു നൽകുന്നവളാണ്. ദേവിക്ക് ഭക്തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആത്മജ്ഞാനവും ഭൗതിക സുഖങ്ങളും ഒരുപോലെ പ്രദാനം ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് എന്നും ഈ നാമത്തെ വ്യാഖ്യാനിക്കാം. നാമം 743 പാപാരണ്യ ദവാനല. വീണ്ടും ഒരു ഉപമയാണ്. അരണ്യം എന്നാൽ കാട്. പാപമാകുന്ന അരണ്യത്തെ, ഭക്തൻ്റെ മുജ്ജന്മ പാപങ്ങളെ നീക്കുന്ന ദവാനല. ദവാനല എന്നാൽ കാട്ടുതീ. ഭക്തൻ്റെ മുജ്ജന്മ പാപങ്ങളെ പോലും നീക്കുന്ന കാട്ടുതീയായി മാറാൻ സാധിക്കുന്ന ദേവി ലളിതാംബിക. ഇന്ദ്രനോട് പറയുന്നുണ്ട്, 1008 പ്രാവശ്യം പഞ്ചദശി മന്ത്രം ചൊല്ലി മുങ്ങിക്കയറിയാൽ നിൻ്റെ പാപങ്ങൾ ശമിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭക്തൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ ഒരു കാട്ടുതീ പോലെ നശിപ്പിക്കുന്ന ദേവി ലളിതാംബികയെ പാപാരണ്യ ദവാനല എന്ന് വിളിക്കുന്നു. 744 നാമം ദൗർഭാഗ്യ തൂല വാതൂല. തൂലം എന്നാൽ പഞ്ഞി, വാതൂലം എന്നാൽ കൊടുങ്കാറ്റ്.
കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മഫലങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഘനീഭവിച്ച് നമുക്ക് നല്ല മഴക്കാറുള്ളൊരു ദിവസം ആകാശത്ത് നോക്കിയാൽ കാണാം മേഘങ്ങളിങ്ങനെ ഘനീഭവിച്ച് കിടക്കുന്നത്. ഇപ്രകാരം ഒരു ജീവിതത്തിൽ മുജ്ജന്മ പാപങ്ങളിങ്ങനെ ഘനീഭവിച്ച് പഞ്ഞിക്കെട്ടുകൾ പോലെ ദൗർഭാഗ്യമായി നമുക്ക് മുകളിൽ നിൽക്കുമ്പോൾ ദേവി എന്ത് ചെയ്യുന്നു? ഒരു കൊടുങ്കാറ്റായി വന്ന് ഈ മേഘങ്ങളെ, ഈ പഞ്ഞികളെ പാറിച്ച് കളയുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മംഗളങ്ങൾക്കെല്ലാം തടസ്സം നിൽക്കുന്ന ദൗർഭാഗ്യങ്ങളെ നീക്കുന്ന കൊടുങ്കാറ്റായ ദേവി ലളിതാംബിക ദൗർഭാഗ്യങ്ങളെ തൂലത്തോട്, ഘനീഭവിച്ച പഞ്ഞിക്കെട്ടുകളോട്, മേഘങ്ങളോട് ഉപമിക്കുന്നു. ദേവിയെ ആ ദൗർഭാഗ്യം നീക്കുന്ന, ദൗർഭാഗ്യമാകുന്ന പഞ്ഞിക്കെട്ടുകളെ വീശിക്കളയുന്ന കൊടുങ്കാറ്റിനോടും ഉപമിക്കുന്നു. നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ഭക്തൻ്റെ ദൗർഭാഗ്യത്തെയാണ് ദേവി ഇപ്രകാരം വീശിക്കളയുന്നത്. 745 നാമം ജരാന്ധ്വാന്ത രവിപ്രഭ. ദ്വാന്തം എന്നാൽ ഇരുട്ട്, ജര എന്നുള്ളത് കൊണ്ട് വാർദ്ധക്യം, ക്ഷയം, നാശം എന്നുള്ളൊരു അർത്ഥമെടുക്കാം. ശരീരം നശിക്കുന്ന ആ അവസ്ഥയിൽ, ശരീരം നശിക്കുന്നത് എപ്പോഴൊക്കെ ആവാം? വാർദ്ധക്യകാലത്ത് ശരീരം നാശത്തിലേക്ക് നീങ്ങുന്നു. രോഗം ബാധിച്ചും ശരീരം നശിക്കാം. ഈ അവസ്ഥകളിൽ ആ ദ്വാന്തത്തെ, ശരീരം നശിക്കുന്ന ആ ഇരുട്ട് നിറഞ്ഞ കാലഘട്ടത്തിൽ രവിപ്രഭയായി, സൂര്യപ്രകാശം പോലെ ജീവിതത്തിൽ വന്ന് നിറയുന്ന ദേവി ലളിതാംബിക. ദേവി ഇപ്രകാരമാണ് ഈ പ്രകാശം ജീവിതത്തിൽ നിറയ്ക്കുന്നത്. ആത്മജ്ഞാനമായി നിന്നുകൊണ്ടാണ് ദേവി ഈ പ്രകാശം ജീവിതത്തിൽ വർഷിക്കുന്നത്. ഈ ആത്മജ്ഞാനം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആത്മൻ, ആത്മാവ്, ദേഹി എന്നുള്ളത് എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു. നശിക്കുന്നത് ഈ ദേഹം മാത്രമാണ്, ഈ ജഡം മാത്രമാണ്, ഈ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. ഞാൻ എന്ന ആത്മാവ് ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് ദേവി നൽകുന്ന ആ പ്രതീക്ഷയുടെ പ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ വാർദ്ധക്യമാകുന്ന ദ്വാന്തത്തിൽ, ഇരുട്ടിൽ സൂര്യപ്രഭയാകുന്ന ദേവി, രവിപ്രഭയാകുന്ന ദേവി. 746 നാമം ഭാഗ്യാബ്ദി ചന്ദ്രിക. അബ്ധി എന്നാൽ സമുദ്രം, കടൽ. കടലിൽ വേലിയേറ്റം സൃഷ്ടിക്കുന്നത്, വേലിയിറക്കം സൃഷ്ടിക്കുന്നത് എന്താണ്? ചന്ദ്രനാണ്, ചന്ദ്രിക. ഭാഗ്യമാകുന്ന സമുദ്രത്തിൽ ഒരു വേലിയേറ്റം സൃഷ്ടിക്കുന്ന ചന്ദ്രനാകുന്ന ദേവി ലളിതാംബിക. നമ്മൾ ചിലരെ പറ്റി പറയാറുണ്ട്, അവർക്ക് വെള്ളം കയറുന്ന പോലെയാണ് പണം വന്ന് ചേരുന്നത്. അപ്പോൾ ഈ വേലിയേറ്റം പോലെ ഭാഗ്യം വന്ന് ചേരുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ ഭക്തൻ്റെ ജീവിതത്തിൽ ഭാഗ്യങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കുന്ന ആ ചന്ദ്രനാകുന്ന ദേവി ലളിതാംബിക. 747 നാമം ഭക്ത ചിത്ത കേകി ഘനാഘന. വീണ്ടും ഒരു ഉപമയാണ്. ഭക്തരുടെ ചിത്തത്തെ, ഭക്തരുടെ മനസ്സിനെ എന്തിനോട് ഉപമിക്കുന്നു? കേകിയോട്. കേകി എന്നാൽ മയിൽ. എപ്രകാരമുള്ള മയിലാണ്? ഭക്തന്മാരുടെ മനസ്സ് ഒരു മഴക്കാറ് കണ്ട, ഘനാഘന മഴക്കാറ്, ഘനീഭവിച്ച് കിടക്കുന്ന ആ മഴമേഘങ്ങളെ കാണുമ്പോൾ ആനന്ദിക്കുന്ന മയിലിനെ പോലെ ആനന്ദിക്കുന്നു. എപ്പോഴാണ് ഈ ഭക്തൻ്റെ മനസ്സ് ആനന്ദിക്കുന്നത്? ദേവീ ഭജനത്തിൽ മുഴുകുമ്പോൾ ഭക്തൻ്റെ മനസ്സ് മഴക്കാറ് കണ്ട മയിലിനെ പോലെ ആനന്ദിക്കുന്നു. വീണ്ടും വീണ്ടും ഭക്തിയിൽ മനസ്സിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്ന നാമങ്ങളാണ് ഇതൊക്കെ. നല്ല മനസ്സോടെ പൂർണ്ണമായി മനസ്സർപ്പിച്ചുകൊണ്ട് നടത്തുന്നതാണ് പ്രാർത്ഥന.
അപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഒരു അർത്ഥമുണ്ടാവുന്നത്. 748 രോഗപർവ്വത ദംബോളി. ദംബോളി എന്നാൽ മിന്നൽ പിണര്, വജ്രായുധമെന്ന് വിളിക്കാം. രോഗമാകുന്ന പർവ്വതങ്ങളെ വെട്ടി നശിപ്പിക്കുന്ന ദംഭോളിയാകുന്ന, വജ്രായുധമാകുന്ന, മിന്നൽ പിണരാകുന്ന ദേവി ലളിതാംബിക. 749 നാമം മൃത്യുധാരു കുഠാരിക. മുന്നത്തെ നാമത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു നാമമാണ്. മൃത്യുവാകുന്ന ധാരുവിനെ, ധാരു എന്നാൽ വൃക്ഷം, മൃത്യുവാകുന്ന വൃക്ഷത്തെ വെട്ടി നശിപ്പിക്കുന്ന കുഠാരിക, കോടാലിയാകുന്ന ദേവി ലളിതാംബിക. നമുക്ക് ഗരുഡപുരാണത്തിലും ദേവീ ഭാഗവതത്തിലുമൊക്കെ കാണാം 28 നരകങ്ങളെപ്പറ്റി. നാം ഭൂമിയിലായിരിക്കെ ചെയ്ത കർമ്മഫലം അനുഭവിക്കുന്നത് മരണശേഷമാണ് എന്ന ഭാരതീയ ചിന്ത വെച്ചുകൊണ്ട് 28 നരകങ്ങളെപ്പറ്റിയുള്ള വർണ്ണന ഗരുഡപുരാണത്തിൽ കാണാം. ഈ നരകങ്ങളിലൊന്നും പെടാതെ മൃത്യു സമയത്ത്, മരണം കൊണ്ട് നാം ദേവിയിൽ ലയിക്കുന്ന, മോക്ഷം പ്രാപിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന തിരിച്ചറിവിൽ ഭക്തന് മരണഭയം ഇല്ലാതെയാകുന്നു. മരണഭയം, മരിക്കാനുള്ള പേടിയില്ലാണ്ടായി കഴിഞ്ഞാൽ തന്നെ നാം ജീവിതം കൂടുതൽ ആസ്വദിച്ചു തുടങ്ങും. നമ്മുടെ പല ആകുലതകളും ആശങ്കകളും ഒക്കെ മരണഭയം ഇല്ലാതെയാകുന്നതോടെ ഇല്ലാതെയാകും. അപ്പോൾ ദേവീ ഭക്തന് മരണഭയം നീക്കി നൽകുന്നവളാണ് ദേവി ലളിതാംബിക. 750 നാമം മഹേശ്വരി. മഹേശ്വര പത്നി എന്ന അർത്ഥത്തിൽ മഹേശ്വരി എന്ന് വിളിക്കാം. മഹേശ്വരൻ പരമശിവൻ. ഇനി മഹം എന്നാൽ ഉത്സവം, ഉത്സവങ്ങൾക്ക് അധീശ്വരിയായവൾ. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉത്സവ പ്രതീതി ഉണ്ടാക്കാൻ, എല്ലായ്പ്പോഴും സന്തോഷം കളിയാടാനായിട്ട് ദേവീ ഭജനം നടത്തുക. നമേ നാരായണ.